ഹലോ, മക്കളും മരുമക്കളും എല്ലാവരും ഒത്തുകൂടിയപ്പോഴത്തേക്കിന് എവിടെയെങ്കിലും പോകാമെന്ന് തീരുമാനിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള 4 മണിക്കാറ്റിലേക്കാണ് പോകുന്നത്. വണ്ടി കയറിയപ്പോഴേ ആൾ നല്ല ഓണാണ് കേട്ടോ. എണീറ്റൊക്കെ നിന്നാണ് കാഴ്ചകൾ കാണുന്നത്. അങ്ങനെ നമ്മൾ 4 മണിക്കാറ്റിലെത്തി. നല്ല സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ 4 മണിക്കാറ്റ്. പിന്നെ ഓം ശാന്തി ഓശാനയിൽ പറയുന്നത് പോലെ ഹരിതാഫയും പച്ചപ്പുമാണ് കേട്ടോ ഇവിടെ മെയിൻ. പിന്നെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പ്രേമിച്ച് നടന്നപ്പം നമ്മുടെ സ്ഥിരം പ്ലേസായിരുന്നു കേട്ടോ ഇത്. അവിടെ കുട്ടിയും വീട്ടുകാരും ഒക്കെ ആയിട്ട് എത്തുമ്പോഴത്തേക്കിന് അതിനൊരു പ്രത്യേക ഫീലാണ്. ആളിൻ്റെ കളിയും ബഹളവും കൊണ്ട് നല്ല ഉറക്കമായി കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും. എവിടെങ്കിലും പോയാൽ അത് 4 പേരെ അറിയിക്കണമല്ലോ, അതിന് കുറച്ച് ഫോട്ടോസും വീഡിയോസും വേണം. പിന്നെ നമ്മൾ അറഞ്ചും പുറഞ്ചും കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. 4 പേരെ അറിയിക്കുന്നത് മാത്രമല്ല, നാളെ നോക്കുമ്പോഴത്തേക്കിന് നല്ല ഓർമ്മകൾ കൂടി വേണ്ടേ, അതിനായിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എൻ്റെ കെട്ടിയോനാണ് മെയിൻ ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഒരുപാട് നല്ല സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴി നല്ലൊരു ചായക്കട കണ്ട് അവിടെ നിർത്തി. നല്ലതെല്ലാം നിങ്ങൾ കഴിച്ചിട്ട് എന്നെ പറ്റിക്കുകയാണല്ലേ എന്നതാണ് ആദിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം. ഞങ്ങൾ ട്വിൻസ് ആയതുകൊണ്ടും അറിവായതിനു ശേഷം ഒരുമിച്ച് കാണുന്നത് കൊണ്ടും ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല സമയം ഒരുമിച്ച് ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരികെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.